ഞങ്ങളുടെ വലിയ പിതാവിന്റെ അനുസ്മരണത്തിൽ പങ്കുചേരാനായിട്ട് ഷക്കീന ന്യൂസ് കാണിച്ച വലിയ ഹൃദയത്തിന് നന്ദി പറയുന്നു. ഗോരഖ്പൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഡൊമിനിക് ഒക്കാട്ട് പിതാവ് ഞങ്ങളുടെ രൂപതയുടെ വലിയ പിതാവും വലിയ ഇടയനും വലിയ നേതൃത്വ രംഗത്തുള്ള നേതാവും എന്ന രീതിയിൽ ഞങ്ങൾ കാണുന്ന ഒരു വലിയ തണൽമരമായിരുന്നു. പിതാവിന്റെ വിയോഗം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഗോരഖ്പൂരിലെ വിശ്വാസ സമൂഹത്തിനും പബ്ലിക് കമ്മ്യൂണിറ്റിക്കും വളരെ വലിയ നഷ്ടമാണ്, ദുഃഖത്തിന് കാരണമാണ്. കാരണം പിതാവ് കേവലം ഗോരഖ്പൂരുള്ള 4,000-ഓളം ഉള്ള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് നാനാജാതി മതസ്ഥർക്ക് വേണ്ടി, ഭാഷയും വർഗവും ജാതിയിലുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച വളരെ ഭാഗ്യസ്മരണാർഹനായ, എല്ലാവരും ഓർക്കുന്ന, എല്ലാവരിലാരും ആദരിക്കപ്പെടുന്ന ഒരു വലിയ വ്യക്തിയാണ്. ഞങ്ങളുടെ രൂപതയ്ക്ക് അടിസ്ഥാനം നൽകിയ വലിയ പിതാവിന്റെ സ്മരണ ഞങ്ങൾ ഓരോരുത്തരിലും വലിയധികം ദുഃഖവും ഖേദവും ഉളവാക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും വളരെ നന്ദി. നമുക്കറിയാം പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിതാവ് ജന്മനാ കേരളത്തിലെ വൈക്കംകാരനാണ്. പിതാവിന്റെ ജന്മത്തിന് ശേഷം അദ്ദേഹം 1953 ചെറുപുഷ്പ സന്യാസ സമൂഹത്തിൽ ഒരു അഭ്യർത്ഥിയായി പ്രവേശിക്കുകയും 1960 അദ്ദേഹം പുരോഹിതനായ അഭിഷേകം നൽകപ്പെടുകയും അതിനുശേഷം ഏകദേശം 1978-82 വരെ കേരളത്തിലും പഞ്ചാബിലുമായി വ്യത്യസ്ത തുറകളിൽ സഭയുടെ നേതൃത്വ തുറകളിൽ പ്രവർത്തിച്ചതിനു ശേഷം CBCIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ആയിട്ട് 82 മുതൽ 84 വരെയും, അതിനുശേഷം അദ്ദേഹം 1984 ഗോരഖ്പൂർ സീറോ മലബാർ രൂപതയുടെ ആദ്യ ഇടയനായി നിയുക്തനാവുകയും ചെയ്യപ്പെട്ടു. അദ്ദേഹം അതിനു മുൻപ് പഞ്ചാബ് മിഷനില് മിഷണറി ആയിട്ട് തന്റെ ശുശ്രൂഷ നൽകുകയായിരുന്നു. ഗോരഖ്പൂരിൽ വന്നതിന് ശേഷം ഇന്ന് ഏകദേശം ഞങ്ങൾ 42 വർഷം പൂർത്തിയാക്കുമ്പോൾ ഗോരഖ്പൂർ രൂപതയ്ക്ക് ഒരു സുസ്ഥിരമായ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അടിസ്ഥാനമിടാൻ അഭിവന്ദ്യ ഡൊമിനിക് പിതാവിന് സാധിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആടുകളുടെ മണമറിയുന്ന ഇടയനെ പോലെ, അതോടൊപ്പം തന്നെ എല്ലാവരോടും കരുണയും എല്ലാവരോടും സ്നേഹവായ്പകളും കാണിക്കുന്ന ഒരു വലിയ പിതാവായിരുന്നു ബഹുമാനപ്പെട്ട ഡൊമിനിക് പിതാവ്. കേവലം ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല, മറിച്ച് നാനാജാതി മതസ്ഥർക്കും ഇവിടെയുള്ള പബ്ലിക് കമ്മ്യൂണിറ്റിക്കും, ഞാൻ പറഞ്ഞല്ലോ ആടുകളുടെ മണമറിയുന്ന ഇടയൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിസ്തുലമായ ശുശ്രൂഷകൾ കാഴ്ചവെച്ചതിനു ശേഷമാണ് ഞങ്ങൾക്ക് നല്ലൊരു വിഷൻ, ഞങ്ങൾക്കൊരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടാണ് പിതാവ് ഞങ്ങളിൽ നിന്ന് കടന്നു പോവുക. അദ്ദേഹം ഒരു ദീപസ്തംഭം തന്നെയായിരുന്നു ഗോരഖ്പൂർ രൂപതയ്ക്ക്. ഞങ്ങളുടെ പിതാക്കന്മാരായ ഇന്നത്തെ ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യനായ മാത്യു നെല്ലിക്കുന്നേൽ പിതാവും ഇതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന തോമസ് തുരുത്തിമറ്റം പിതാവും, ഞങ്ങൾ പുരോഹിതരും വിശ്വാസികളും യുവജനങ്ങളും വൃദ്ധരും പാവപ്പെട്ടവരും എല്ലാം അഭയം പ്രാപിക്കുന്ന ഒരു അഭയശിലയായിരുന്നു ബഹുമാനപ്പെട്ട ഡൊമിനിക് ഒക്കാട്ട് പിതാവ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും സംശയമില്ല. പിതാവിന്റെ പ്രേക്ഷിത ഉത്സാഹം കൊണ്ട് വാർദ്ധക്യത്തിലും വീൽ ചെയറിലായിരുന്നിട്ട് പോലും അദ്ദേഹം താമസിക്കുന്ന ഫാത്തിമ ഹോസ്പിറ്റലിലെ ക്യാമ്പസ് പോലും നിരന്തരം അദ്ദേഹം എല്ലാ പ്രഭാതത്തിലും ആ ക്യാമ്പസിൽ ഒരു പ്രാവശ്യം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒന്ന് കറങ്ങുകയും അവിടുത്തെ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് രൂപതയുടെ വിഭിന്നങ്ങളായ ആഗോള കത്തോലിക്ക സഭയുടെ വിഭിന്നങ്ങളായ നിയമങ്ങൾ. തീർച്ചയായിട്ടും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും നൽകുന്ന സംഭാവനകൾ ചെറുതൊന്നുമല്ല. അങ്ങ് തുടർന്നുള്ളൂ, ചെറിയൊരു ഇന്റർനെറ്റ് പ്രശ്നം വന്നിരുന്നു. ഫാദർ, ഓഡിയോ മ്യൂട്ടാണോ എന്നൊരു സംശയമുണ്ടോ? ഒന്ന് ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ അത് ശരിക്കും മരണം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം നൽകിയ സംഭാവനകളായാലും ശരി, സഭയ്ക്കും സമുദായത്തിനും നാടിനും നാട്ടുകാർക്കുമൊക്കെ അദ്ദേഹം ചെയ്ത നന്മകൾ ഓർക്കുമ്പോഴാണെങ്കിലും ശരി, നമുക്കത് മറക്കാൻ സാധിക്കുന്നതല്ല. മരണം കൊണ്ട് മാത്രം കഴിയുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. സാങ്കേതിക തടസ്സം കൊണ്ട് നമ്മൾ ഇടപെടുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ
അദ്ദേഹത്തിൻ്റെ അതായത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമുക്ക് പുറത്ത് വരാനുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നം കാരണം നമുക്ക് ഫാദർ സാബുവുമായിട്ടുള്ള കോണ്ടാക്ട്, അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇടപെടുകയാണ്. ക്ഷമിക്കണം ഫാദർ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അദ്ദേഹം ഏകദേശം 1200ഓളം ഈ പൂർവാഞ്ചൽ എന്ന് പറയുന്ന ഉത്തർപ്രദേശിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ 1200ഓളം ഗ്രാമങ്ങളിലും അതോടൊപ്പം തന്നെ ഏകദേശം പിതാവ് തന്നാൽ സംസ്ഥാപിതമായ ഏകദേശം 45 വിദ്യാലയങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ സെന്റേഴ്സിലുമുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ സെന്റേഴ്സ് കൂടാതെ ഫാത്തിമ റെഫറൽ ഹോസ്പിറ്റലിലൂടെയും ഇതെല്ലാത്തിനുപരിയായിട്ട് പല ദേവാലയങ്ങളും ചെറിയ മിഷൻ സെന്റേഴ്സും ഇവാഞ്ചലൈസേഷന്റെ സെന്ററും എല്ലാം ആരംഭിച്ച് പിതാവ് അതിനെല്ലാം അടിസ്ഥാനം നൽകി ദീർഘവീക്ഷണത്തിലൂടെ ഞങ്ങൾക്ക് പദ്ധതി ഇട്ടതിനു ശേഷമാണ് പിതാവ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുക. പിതാവിന്റെ അടിസ്ഥാനപരമായ രൂപതയുടെ ഉത്തരവാദിത്വം തിരഞ്ഞെടുത്തപ്പോൾ പിതാവിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇതായിരുന്നു: എല്ലാ മിഷൻ സെന്റേഴ്സിലും ഒരു ചെറിയ ദേവാലയവും അതോടൊപ്പം തന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഹെൽത്ത് സെന്ററും ഒരു ചെറിയ പ്രൈമറി സ്കൂളും സാമൂഹിക സേവന രംഗവും ഉണ്ടായിരിക്കണം. ഇന്ന് ആ സെന്റേഴ്സ് എല്ലാം ദേവാലയങ്ങളായും വലിയ ദേവാലയങ്ങളായും സ്കൂളുകളെല്ലാം ഹൈസ്കൂൾ ഇന്റർമീഡിയറ്റ് സ്റ്റാൻഡേർഡിലുള്ള സ്കൂളുകളായും സാമൂഹ്യക്ഷേമ രംഗം അത്യുത്തമമായും അതോടൊപ്പം ഹെൽത്ത് സെന്റേഴ്സ് ആണെങ്കിലും ചെറിയ മിനി ഹോസ്പിറ്റൽസ് ആയും കൺവേർട്ടഡ് ആയി മാറിയിരിക്കുന്നു. ഇങ്ങനെ നിസ്തുലമായ ശുശ്രൂഷ ചെയ്ത് ഈ പ്രദേശത്തെ ജനങ്ങളിലെല്ലാം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലെ മെമ്പറായിട്ടും ഗോരഖ്പൂരിൽ നാനാജാതി മതസ്ഥര് എഡ്യൂക്കേഷൻ ലീഡേഴ്സുമായിട്ടുള്ള ഒരു സിറ്റിസൺസ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ഇവയെല്ലാം മെമ്പർഷിപ്പും അദ്ദേഹമാണ് അതിന്റെ ഈ സിറ്റിസൺസ് ഫോറത്തിന്റെ ഫൗണ്ടർ പേട്രൺ. ഇങ്ങനെയെല്ലാം സ്ഥാപിക്കാനും സമൂഹത്തിലും സഭയിലും ഭാരതസഭയിൽ മുഴുവനായിട്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ പിതാവിനെയാണ് ഞങ്ങൾക്ക് ഇന്ന് നഷ്ടമാകുന്നത്. എങ്കിലും പിതാവിന്റെ വലിയ സ്നേഹവും സ്വർഗീയ മാധ്യസ്ഥവും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ വിശ്വപിതാവിന്റെ നാമധേയത്തിലായിരിക്കുന്ന ഈ രൂപത പിതാവിന്റെയും സ്വർഗീയ മാധ്യസ്ഥം ലഭിച്ച് ഞങ്ങൾ ഉത്തരോത്തരം സുവിശേഷവൽക്കരണത്തിന്റെ പാതയിലൂടെ മുന്നേറുമെന്നും ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നാളെ 27-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30-ക്കാണ് സീറോ മലബാർ സഭയുടെ വലിയ പിതാവ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രൂപതാധ്യക്ഷനായ മാർ മാത്യു നെല്ലിക്കുന്നേലും എമേരിറ്റസ് ബിഷപ്പ് മാർ തോമസ് തുരുത്തിമറ്റം പിതാവിന്റെയും നേതൃത്വത്തിൽ അന്തിമ ശവസംസ്കാര കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും ആരംഭിക്കുകയും വൈകുന്നേരം ഏകദേശം 6 മണിയോടുകൂടി പദ്ധതികൾ തിരുക്കർമ്മങ്ങൾ സമാപിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.